Hi all, welcome to EduValley. നമ്മൾ ഇന്ന് കേരള വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഭാഗങ്ങളുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ് നോക്കുന്നത്. ജാവാസ്ക്രിപ്റ്റിന്റെ ക്ലാസ്സസ് ഞാൻ ഓൾറെഡി കുറെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോട്ടുകളും കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് is written using. ജാവാസ്ക്രിപ്റ്റ് എഴുതാനായിട്ട് നമുക്ക് പ്രത്യേകം സോഫ്റ്റ്വെയർസ് ഒന്നും വേണ്ട. നമ്മളുടെ സാധാരണ ടെക്സ്റ്റ് എഡിറ്റേഴ്സിനകത്ത് എഴുതാമെന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. സോ നമ്മളുടെ ആൻസർ എന്താ വരുന്നത്? എനി നോട്ട് പാഡ് എന്നുള്ളതാണ് ആൻസർ അല്ലെ. നോട്ട് പാഡ് ആവാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആവാം, ഓഫീസിനകത്ത് വേർഡ് ആവാം, അല്ലെങ്കിൽ വാട്ട് എവർ എനി ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എഴുതാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് എ പ്രോഗ്രാം. അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ കൃത്യമായിട്ട് ഫ്ലോ ചാർട്ടിനകത്ത് ഓരോ കണ്ടന്റുകളും എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ കൊടുത്തിട്ടുള്ളതാണ്. ലിങ്ക് ചെയ്ത് ഈ വീഡിയോയുടെ കൂടെ ഇടാവുന്നതാണ്. അതും കൂടെ പോയിട്ട് നോക്കുക. കാരണം ജാവാസ്ക്രിപ്റ്റ് C++ നോക്കുക, ജാവാസ്ക്രിപ്റ്റ് അതുപോലെ തന്നെ C++, VB.NET ഈ പറയുന്നിടത്തെല്ലാം ഈ ഒരു ഫ്ലോ ചാർട്ടും അൽഗോരിതവും വരുന്നതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഇല്ലാത്ത സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് പോയി കാണുക. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് എ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോ ചാർട്ട് ആണ്. ഓക്കെ, പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് എ പ്രോഗ്രാം എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട് ആണ്. പ്രോഗ്രാം സോൾവിംഗ് സ്കിൽസിൽ ഒരു പ്രോഗ്രാമിനെ നമ്മൾ അൽഗോരിതം എന്നും ഫ്ലോ ചാർട്ട് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അൽഗോരിതം എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെപ്രസെന്റേഷൻ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെപ്രസെന്റേഷൻ ആണ് അൽഗോരിതം. പിക്ചോറിയൽ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആണ് ഫ്ലോ ചാർട്ട്. വേരിയസ് സിംബൽസ് യൂസ്ഡ് ഇൻ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഒന്ന് ഓവൽ ആണ്. ഓവൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോഗ്രാം സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കുള്ളത് പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ് പാരലലോഗ്രാം ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോസസ്സിനെ സൂചിപ്പിക്കാനാണ്, അതായത് A=B+C എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കുള്ളത് റോംബസ് ആണ്. റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട് എന്ന് പഠിക്കാം. റോംബസ് അല്ലെങ്കിൽ ഡയമണ്ട് ഇത് നമ്മൾ ഡിസിഷൻ കാര്യങ്ങൾക്ക് വേണ്ടി, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് റോംബസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് സർക്കിൾ ആണ്. സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഒന്നിലധികം പേജുകളിലായിട്ടാണ് ഫ്ലോ ചാർട്ട് എഴുതിയേക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പേജ് നമ്പേഴ്സിനെയൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കിൾ ഉപയോഗിക്കുന്നത്. കണക്ടേഴ്സ് എന്നാണ് ഇതിനെ പറയുക. പിന്നെ നമുക്കുള്ളത് ആരോ ആണ്. ആരോ നമ്മൾ ഉപയോഗിക്കുന്നത് ഡാറ്റ ഫ്ലോ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ഫ്ലോ എങ്ങോട്ടാണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഫ്ലോ ചാർട്ടിനകത്തെ സിംബൽസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഓൾറെഡി വേറെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇത് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞത് കേട്ടോ. വേണ്ടവർക്ക് അത് പോയിട്ട് കാണാം, ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഇനി അടുത്ത നോക്കാം. വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റ് നെയിം ഫോർ ജാവാസ്ക്രിപ്റ്റ്? ഓക്കെ, വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റ് നെയിം ഫോർ ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിന്റെ ഓൾട്ടർനേറ്റ് നെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് നമുക്കറിയാം, ലൈവ് സ്ക്രിപ്റ്റ് എന്ന് പറയും. ലൈവ് സ്ക്രിപ്റ്റ് എന്നുള്ളത് ഒരു പേരാണ്. അപ്പൊ ലൈവ് സ്ക്രിപ്റ്റ് എന്ന് ഇവിടെ ഇല്ല, ഇത് അക്ഷരത്തെറ്റല്ല കേട്ടോ. ഓക്കെ, അപ്പോ വേറെ പേരെന്ന് പറയുന്നത് ECMA സ്ക്രിപ്റ്റ് എന്നുള്ളതാണ്. ECMA സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ലൈവ് സ്ക്രിപ്റ്റ് എന്നിവിടെ പറയാം. അല്ലെ, രണ്ട് പേരുകളാണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലൈവ് സ്ക്രിപ്റ്റ് ആൻഡ് ECMA സ്ക്രിപ്റ്റ്. ECMA എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ എന്നുള്ളതാണ് ECMAയുടെ ഫുൾ ഫോം. ഓക്കെ, യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ, യൂറോപ്യൻ കമ്പ്യൂട്ടർ മാനുഫാക്ചർ അസോസിയേഷൻ എന്നുള്ളതാണ് ECMAയുടെ ഫുൾ ഫോം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ലൈവ് സ്ക്രിപ്റ്റ്. രണ്ടും ജാവാസ്ക്രിപ്റ്റിന്റെ മറ്റു പേരുകളാണ്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വാലിഡ് ജാവാസ്ക്രിപ്റ്റ് അറേ നെയിം? ഒരു അറേക്ക് പേര് കൊടുക്കുന്ന സമയത്ത്, ഇപ്പം അറേ ആവാം, അല്ലെങ്കിൽ വേരിയബിളിന് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റിന് പേര് കൊടുക്കുമായിരിക്കാം. അപ്പൊ എന്താണെങ്കിലും നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട രീതികൾ എന്ന് പറയുന്നത് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എന്താണ്? എ ക്യാരക്ടർ, ഒരു ടെക്സ്റ്റ് ആയിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്നത്. നോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതർ ദാൻ അണ്ടർസ്കോർ ഇസ് അലൗഡ്. അണ്ടർസ്കോർ അല്ലാതെ മറ്റൊന്നും അലോ ചെയ്യുന്നില്ല. പിന്നെന്താണ്?
it should not a reserved word. ഒരു റിസർവ്ഡ് വേർഡ് ആയിരിക്കരുത്. പിന്നെന്താണ്? ക്യാമൽ കേസ്. ക്യാൻ യൂസ് ക്യാമൽ കേസ്. ക്യാമൽ കേസ് എന്താണെന്ന് അറിയാലോ. അതായത് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, ഈ എഴുതിയേക്കുന്നതിനകത്ത് കണ്ടോ, ഈ ഒരു സെന്റൻസിന്റെ ആദ്യത്തെ അക്ഷരവും ഈ ഒരു സെന്റൻസിന്റെ ആദ്യത്തെ അക്ഷരവും ക്യാപിറ്റൽ ആണ്. അപ്പൊ ഈ രീതിയിൽ എഴുതുന്നതിനൊക്കെയാണ് ക്യാമൽ കേസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് രീതികളുണ്ട്. അപ്പോ ഒരു വേരിയബിളിനാകട്ടെ കോൺസ്റ്റന്റിനാകട്ടെ അറേക്കാകട്ടെ നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് എ ക്യാരക്ടർ. നമ്മൾ ആദ്യം എഴുതുന്ന ആ ഒരു അക്ഷരം അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയുന്നത് ആദ്യം ക്യാരക്ടർ ആയിരിക്കണം എഴുതേണ്ടത്. പിന്നെന്താണ്? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതർ ദാൻ അണ്ടർസ്കോർ ഇസ് നോട്ട് അലൗഡ്. അണ്ടർസ്കോർ അല്ലാതെ മറ്റൊരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അലൗഡ് അല്ല. അതുപോലെ തന്നെ സ്പേസസ് അലൗഡ് അല്ല. സ്പേസിന് പകരമായിട്ടാണ് നമ്മൾ അണ്ടർസ്കോർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. പിന്നെ റിസർവ്ഡ് വേർഡ്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. പിന്നെ ഒരു 48-50ഓളം റിസർവ്ഡ് വേർഡ്സ് ജാവാസ്ക്രിപ്റ്റിനകത്തും ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വേരിയബിളിന്റെ അല്ലെങ്കിൽ കോൺസ്റ്റന്റിന്റെ നെയിം കീവേഡ് ആവാതിരിക്കാനായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ക്യാമൽ കേസസ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. സോ ഇവിടുത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വാലിഡ് ജാവാസ്ക്രിപ്റ്റ് അറേ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേ നെയിം ആവാൻ സാധ്യതയില്ലാത്തത് ടു ജാവ എന്നുള്ളതാണ്. എന്തുകൊണ്ടാ? ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ നമ്പർ, അല്ല, ഒരു സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ വെച്ചിട്ടാണ്. സോ അത് വാലിഡ് അല്ല. ബാക്കിയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ നൺ ഓഫ് ദീസ് എന്നുള്ളത് താഴെ പറയുന്ന ഒന്നും അല്ല എന്നുള്ള രീതിയിലുള്ള നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ഓപ്ഷൻസിനകത്ത് ടു ജാവ എന്നുള്ളതാണ് വാലിഡ് അല്ലാത്ത അറേ നെയിം. ഓക്കെ, എന്താണ് റീസൺ എന്നുള്ളതും കൂടെയാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് ടു റൈറ്റ് ഹലോ വേൾഡ് ടു ദി വെബ് പേജ്. നമ്മളുടെ വെബ് പേജിനകത്ത് ഔട്ട്പുട്ട് കാണിക്കണം. ഔട്ട്പുട്ട് എന്തെന്നാണ് കാണിക്കേണ്ടത്? ഹലോ വേൾഡ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഡോക്യുമെന്റിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിനകത്ത് ജാവാസ്ക്രിപ്റ്റ് കണ്ടന്റിനകത്ത് നമുക്ക് ഡോക്യുമെന്റ് അല്ല, വെബ് പേജിനകത്ത് നമുക്കൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കണം, ഔട്ട്പുട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇൻപുട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോംപ്റ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഷോ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളുടെ വെബ് പേജിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. എങ്ങനെയാണ്? ആദ്യം ഇങ്ങനെ എഴുതണം, ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡബിൾ കോട്ട്സിനകത്ത് എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത് എന്നുള്ളത് ഓർക്കുക. ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതണം. ഇപ്പൊ ഒരു വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ var = പ്രോംപ്റ്റ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ദെൻ നമ്മളുടെ ആൻസർ വരുന്നത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഔട്ട്പുട്ട് ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്തതാണ്, ഇൻസൈഡ് വിച്ച് HTML എലമെന്റ് ഡു വി പുട്ട് ദി ജാവാസ്ക്രിപ്റ്റ് കോഡ്. ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ നമ്മൾ HTML ഏത് എലമെന്റിനകത്താണ് എഴുതി കൊടുക്കുക? ഏതിനകത്താണ്? HTML-നകത്താണ് നമ്മൾ മൊത്തം എഴുതുന്നത്. അതിനകത്ത് തന്നെ ഏത് കോഡിനകത്താണ് എഴുതുന്നത്? സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗിനകത്താണ് ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ എഴുതുന്നത്, അല്ലെ? സ്ക്രിപ്റ്റ് എന്ന് എഴുതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് കോഡുകളാണ് പിന്നെ നമ്മൾ എഴുതേണ്ടത്. ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യണം. ഇനി ഈ സ്ക്രിപ്റ്റ് നമുക്ക് ഐദർ ഹെഡിൽ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ബോഡിയിൽ ആഡ് ചെയ്യാം. രണ്ടിനും സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകൾ ഉണ്ട്. കൺട്രോൾ ഇൻഫർമേഷൻസ് ആണ് ഹെഡ് കൈകാര്യം ചെയ്യുന്നത്. HTML അല്ലെങ്കിൽ വെബ് പേജ് ബോഡിയാണ് വെബ് പേജിന്റെ ബോഡിയാണ് ബോഡി എന്ന് പറയുന്ന ടാഗ് കൈകാര്യം ചെയ്യുന്നത്. മോസ്റ്റ് ഫ്രീക്വന്റ്ലി നമ്മൾ ഹെഡ് എന്ന് പറയുന്ന ടാഗിനകത്താണ് സ്ക്രിപ്റ്റുകൾ കൊടുക്കുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ മോസ്റ്റ് നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് ഹെഡ് ടാഗിനകത്ത് എഴുതി കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, ഇനി ജാവാസ്ക്രിപ്റ്റ് ഇസ് ഇന്റർപ്രറ്റഡ് ബൈ. അപ്പോൾ ഓർക്കണം, ജാവാസ്ക്രിപ്റ്റിനകത്ത് നടക്കുന്നത് ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷൻ ആണ് എന്നുള്ളത് ഓർക്കണം. ജാവാസ്ക്രിപ്റ്റ് ഇന്റർപ്രറ്റഡ് ബൈ ആരാണ്? സെർവർ ആണോ ക്ലയന്റ് ആണോ? നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലയന്റ് സൈഡ് വെബ് പേജ് ആണ്, അല്ലെങ്കിൽ ക്ലയന്റ് സൈഡ് ഓഫീസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ക്ലയന്റ് സൈഡ്
ക്ലയന്റ് സൈഡ് സോഫ്റ്റ്വെയർസ് ആണെന്ന് പറയാം. സോ ഇവിടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ക്ലയന്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ ആരാണ്? ക്ലയന്റ് ആണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയലോഗ് ബോക്സസ് ഇസ് യൂസ്ഡ് ടു ഗീവ് വാർണിംഗ് മെസ്സേജ്. യൂസറിന് ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വാർണിംഗ് മെസ്സേജ് കാണിക്കാനായിട്ട് ജാവാസ്ക്രിപ്റ്റിനകത്ത് ഉപയോഗിക്കുന്ന ഡയലോഗ് ബോക്സിന്റെ പേരാണ് അലേർട്ട് ബോക്സ്. നമ്മൾ എഴുതുന്നത് അലേർട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഡോക്യുമെന്റിനകത്ത് വാർണിംഗ്, അപ്പോൾ വാർണിംഗ് എഴുതി കൊടുത്താൽ വാർണിംഗ് എന്ന് കാണിക്കും. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എന്നിട്ട് നമ്മൾ സെമിക്കോളൻ ഇടണം. ഇങ്ങനെയാണ് അലേർട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ക്ലാസ് ഉണ്ട്, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദെൻ അടുത്തതാണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ബൈ. ആരാണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്? നെറ്റ്സ്കേപ്പ് ആണ്. നെറ്റ്സ്കേപ്പ് ആണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോപ്പർ ഫയൽ എക്സ്റ്റൻഷൻ ഫോർ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ഫയൽ. സാധാരണ രീതിയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വെബ് പേജ് ആയിട്ട് നമ്മൾ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ .html എന്നുള്ള രീതിയിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത്. ഇനി നമ്മൾ എഴുതിയേക്കുന്ന ഫയലുകൾ ഒരു എക്സ്റ്റേണൽ ഫയലായിട്ട് എംബഡ് ചെയ്യേണ്ട രീതിയിലാണ് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയേക്കുന്ന ഫയലിനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ .js എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സോ ദ പ്രോപ്പർ ഫയൽ എക്സ്റ്റൻഷൻ ഫോർ എൻ എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ഫയൽ. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വെബ് പേജിന്റെ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫയൽ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ഫയലിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .js എന്നുള്ളത് ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് കാണിക്കുന്നത് എങ്ങനെയാ? HTML എന്ന് സേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ടുകൾ കാണാനായിട്ട് പറ്റുക. ഇത് സ്ക്രിപ്റ്റ് കോഡായിട്ട് സേവ് ചെയ്യുന്നതാണ് കേട്ടോ. സ്ക്രിപ്റ്റ് കോഡായിട്ട് സേവ് ചെയ്യുന്നതിനാണ് .js. ഔട്ട്പുട്ട് കാണണമെന്നുണ്ടെങ്കിൽ HTML എന്നുള്ളതിനകത്ത് തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ജാവാസ്ക്രിപ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.